Music ID team, a warm welcome to the show. പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കാഴ്ചവെക്കുന്നു yet another fantastic episode of Amrita Superstar. Music ID team members are here to rock the show. പിന്നെ നമ്മുടെ judges, they are here with their amazing presence. ഇനി എന്താണുള്ളത്, നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം അല്ലേ. ഇന്നും 2 റൗണ്ടുകളിലായിട്ട് 3 പെർഫോമൻസസ് ആണുള്ളത്. അതിൽ ആദ്യമായി പാടാനെത്തുന്നു ഹിദിയ for the filmy folk round. ധം ഡനക ധം ഡനക ധം ഡനക ധം ധം ഡനക ധം ഡനക ധം ഡനക ധം. கருப்பத்தா எனக்கு பிடிச்ச கலரு, கருப்பத்தா எனக்கு பிடிச்ச கலரு. அவ கண்ணு ரெண்டு என்ன மயக்கும் 1000 வாட்ஸ் பவரு. கருப்பத்தா எனக்கு பிடிச்ச கலரு. சாமி கருப்பத்தா, சாமி சிலையும் கருப்பத்தா, யானை கருப்பத்தா, கூவும் கோயிலும் கருப்பத்தா. என்ன ஆசைப்பட்டு கொஞ்சம் போது குத்துற மீச கருப்பத்தா, அசத்து கருப்பத்தா. கருப்பத்தா எனக்கு பிடிச்ச கலரு. அவ கண்ணு ரெண்டு என்ன மயக்கும் 1000 வாட்ஸ் பவரு. கருப்பத்தா எனக்கு பிடிச்ச கலரு. நிலவு உலவு பார்க்க வச்ச இரவு கருப்புத்தா, வேலை செஞ்சு உழைக்கும் இங்க விவசாயி கருப்புத்தா. மண்ணுக்குள்ள இருக்குதப்போ வைரம் கூட கருப்புத்தா, மதுர வீர கையில் இருக்கும் பீச்சருவா கருப்புத்தா. பூமியில முதலா பிறந்த மனுஷன் கருப்புத்தா, மக்கள் பஞ்சம் தீர்க்கும் அந்த மழை மேகம் கருப்புத்தான். உன்னை என்னை ரசிக்க வச்ச உன்னை என்னை ரசிக்க வச்ச கண்ண மொழி கருப்புத்தான். கற்ப சொல்லி தந்த அந்த கண்ணகியும் கருப்புத்தான். தாய் வயிற்றில் நாம் இருந்து, தாய் வயிற்றில் நாம் இருந்த கருவறையும் கருப்புத்தான், மனமும் கருப்புத்தான். கருப்புத்தான் எனக்கு பிடிச்ச கலரு. அவ கண்ணு ரெண்டு என்ன மயக்கும் 1000 வாட்ஸ் பவரு. கருப்புத்தான் எனக்கு பிடிச்ச கலரு. உன்னை கண்ட நாள் முதல்ல வச்ச பொட்டும் கருப்புத்தா, ரெட்டை ஜடை பின்னலிலே கட்டூரி பண் கருப்புத்தான். பூக்கடையில் தேடினேன் பூவில்லை கருப்புத்தான். அன்று முதல் எனக்கு தான் பூக்கள் மீதை வெறுப்புத்தான். பவாட கட்டி கட்டி படிஞ்சதடோ கருப்புத்தான். முத்தம் கெட்டு காத்திருக்கோ அந்த இடம் உனக்கு தான். உன்னை பொத்தி வச்சிருக்கோ
കേരളം മുഴുവൻ മഴയാ, അറിയാമല്ലോ. മഴ നനഞ്ഞിട്ട് ഈ എൻ്റെ അടുത്തിരിക്കുന്ന അൽഫോൺസിന് പനിയും പിടിച്ചതാണ്, വെള്ളം കൂടിയിട്ട്. ഇനി എനിക്ക് വെള്ളം തരല്ലേ എന്ന് താമസിക്കുന്ന ഹോട്ടലിൽ വരെ പറഞ്ഞേക്കുക. കുളിച്ചിട്ട് തന്നെ ഒരാഴ്ച. ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ, മഹതി ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഇത്. രാവിലെ സുപ്രഭാതത്തിന് പേരെ ഇത് കേട്ടാണ് ധ്യാനമൊക്കെ ചെയ്യുന്നത്. അതിങ്ങനെയൊക്കെ വെച്ചിട്ട് വാളമീനുക്ക് മീനുക്ക് കല്യാണോ തലൈവര് തിമിംഗലം താനങ്കോ ഞാൻ വെറും കശ്മലനാണെന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കും. ഊന്നി പറയുകയാണല്ലോ സർ. ഊന്നാനുള്ള പ്രായമായില്ല, അപ്പൊ അറിയിക്കാം. പക്ഷെ ഇങ്ങനെ ആക്കിയില്ല. നീ വിരൽ പൊക്കി പിടിച്ച രാഷ്ട്രീയക്കാരുടെ കൂട്ട് നടന്നല്ലാണ്ട് അതായിരുന്നു അതിന്റെ ഐറ്റം കേട്ടോ. ഓ എന്ന് പറഞ്ഞിട്ടുള്ള ആ ട്യൂണില്ലേ, അത് ഒറിജിനൽ അങ്ങനെയല്ല, സെക്കൻഡ് ഫ്രേസ് അങ്ങനെയല്ല. പക്ഷെ അജിത്ത് പാടിയത് നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കയറിയ സ്റ്റെപ്പുകളല്ല. ഒരെണ്ണം ഇങ്ങനെ ഇതായിട്ടും പിന്നെ മറ്റേ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ജിഗ് ജിഗിയാ. ഇവിടെ ഈ ലൈറ്റ്സ് മുഴുവൻ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും കണ്ടോ? ഈ ലൈറ്റ്സ് മുഴുവൻ ഡാൻസ് ചെയ്യായിരുന്നു ഇത്രയും സമയം. കറുപ്പാണോ ഇഷ്ടപ്പെട്ട നിറം? കറുപ്പ് ഇഷ്ടമാണ്. പാടിയപ്പോ എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു എങ്ങനെ പാടിയെന്നൊന്നും ചോദിക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ചോദിക്കാൻ പോവാ, എങ്ങനെ തോന്നി പാടിയത്? ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാമെന്ന്. ശരത് സർ എങ്ങനെ തോന്നി പാടിയിട്ട്? പ്രശ്നം ഉണ്ടായിരുന്നോ? അതുണ്ടായിക്കോട്ടെ, പ്രശ്നമൊക്കെ ഉണ്ടാവണ്ടേ, എങ്കിലല്ലേ അതിനൊരു സുഖമുള്ളൂ. ഞാൻ അതല്ല, മോളി പാട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ മെയിനായിട്ടും ലിറിക്സ് മറന്നു പോകാതൊക്കെ ഉള്ള അതാണ് ശ്രദ്ധിച്ചത്. മോളെ എനിക്കൊന്നും മനസ്സിലാവണില്ല. ലിറിക്സ് മറന്നു പോവരുത് എന്നുള്ള ഒരു അതുണ്ടായിരുന്നു മനസ്സിലിങ്ങനെ. അത് വേട്ടയാടിക്കൊണ്ടിരുന്നു മോളെ ആ ഒരു ചിന്ത. ഓക്കെ, പിന്നെ അതൊക്കെ തന്നെ ആയിരുന്നു മോളി. പാട്ടിന്റെ ആ ഒരു മൂഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗുമ്മിലേക്ക് ഇറങ്ങാൻ പറ്റിയോ മോക്ക്? ഇതിനൊരു എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു, അതിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റിയോ മോക്ക് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമുക്ക് സ്വയം എൻജോയ് ചെയ്ത് പാടാൻ പറ്റിയോ? അതാണ് പ്രധാനം. നമ്മൾ കുറച്ചെങ്കിലും എൻജോയ് ചെയ്താൽ നാട്ടുകാർ അതിൻ്റെ പാതിയെങ്കിലും എൻജോയ് ചെയ്യത്തുള്ളൂ, അല്ലേ? അങ്ങനെ പറ്റിയോ? ഈ പാട്ടിൻ്റെ ഒരു ജോഷ് ഉണ്ടായിരുന്നോ പാടും? മോക്ക് ഫീൽ ചെയ്തു? അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ളത്. മുടങ്ങിന് ചുമ്മാ നിന്ന് പാടി. അപ്പോൾ അതല്ലല്ലോ വേണ്ടത്, അല്ലേ? നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ പറ്റിയൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ലെങ്കിലും കൊടുത്ത് തുള്ളണമെന്നല്ല മോളെ, ഒരു ചെറിയ മൂമെൻ്റ് ആണെങ്കിലും അതിനൊരു ഗ്രേസ് ഉണ്ടെങ്കിൽ അത് സൂപ്പറാണ്, അത് മതി. ഇവിടെ തലകുത്തി മറിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ പറമ്പ് കളച്ചിട്ട് വരണമെന്നൊന്നും അല്ല ഈ പറഞ്ഞത്. ചെറുതാണെങ്കിലും ചിലർ ചെയ്യുമ്പോൾ അത് നല്ല ക്യൂട്ടായിരിക്കും കാണാൻ. അപ്പോൾ മോളൊന്നും ചെയ്തില്ല, മോളിങ്ങനെ പാടി ഒന്ന് തീർത്താൽ മതിരുന്നത്. ദൈവമേ അള്ളാഹു എന്നൊക്കെ വിളിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടിൻ്റെ അത് തരേണ്ട ഒരു സുഖം കിട്ടിയിട്ടില്ല. പിന്നെ മോള് അതിനകത്തുള്ള കൊച്ചു കൊച്ചു സംഗതികളാണ്, അതൊന്നും ഞാൻ പാടത്തില്ല എന്ന് നേർച്ചയിട്ടിട്ട് വന്ന് നിന്ന് അങ്ങ് പാടി. അതെന്താണ്, ഒന്ന് വരാണ്ടായിപ്പോയതാണോ അതോ അതെല്ലാം ഒരു ഫിനിഷിങ്ങും ഇല്ലായിരുന്നു മോൾ? അതങ്ങ് എല്ലാം ഹാഫ് വേ ത്രൂ കട്ടായിരുന്നു. എന്ത് പറ്റി? എൻ്റെ അമ്മച്ചി, ഇത്രയ്ക്ക് വെള്ളക്ഷാമോ മോളെ? കേരളം മുഴുവൻ മഴയാ, അറിയാമല്ലോ. മഴ നനഞ്ഞിട്ട് ഈ എൻ്റെ അടുത്തിരിക്കുന്ന അൽഫോൺസിന് പനിയും പിടിച്ചത്, വെള്ളം കൂടിയിട്ട്. ഇനി എനിക്ക് വെള്ളം തരല്ലേ എന്ന് താമസിക്കുന്ന ഹോട്ടലിൽ വരെ പറഞ്ഞേക്കുക. കുളിച്ചിട്ട് തന്നെ ഒരാഴ്ചയായി. അപ്പോൾ അത്രയ്ക്ക് വെള്ളം ഇവിടെ മുങ്ങിക്കിടക്കുക കേരളം മുഴുവൻ. എൻ്റെ തൊണ്ട എങ്ങനെ ഡ്രൈ ആവും? പറയൂ, അതൊരു എക്സ്ക്യൂസ് ആണോ? നീ പറയൂ ഈ ഒരു വേദിയിൽ. മോളെ വെള്ളം കുടിക്കണ്ടേ? നിങ്ങളുടെ വായി നിങ്ങളുടെ കൈ അതെടുത്തിട്ട് വെള്ളം കുടിച്ചൂടെ? നമ്മളാരെങ്കിലും വന്ന് പിടിക്കുവോ വെള്ളം കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്? അത് അങ്ങോട്ട് പോകുന്നവരും ഇങ്ങനെ വെള്ളമില്ല തീയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേട്ടോ, മനസ്സിലായോ രാജകുമാരി അല്ലേ മോളെ? അപ്പോൾ അതേ ഉള്ളൂ, നല്ല പാട്ടുകാരിയാണ് മോൾ. അതിൻ്റെ ആ ഒരു ജോഷ് കിട്ടിയില്ലടാ. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ പാടിയിട്ട് എന്താ കാര്യമുള്ളൂ? അതാണ് പ്രധാനം.
പിന്നെ കൊച്ചു കൊച്ചു സംഗതികളാണ്, അതിനൊരു സുഖമുണ്ട്. അത് കൃത്യമായിട്ട് പാടണം. നന്നായിട്ട് പാടാൻ കഴിവുള്ള കുട്ടിയാണ്. നമ്മൾ ഒരു ജോണിൽ ഒതുങ്ങിപ്പോരുത് നിങ്ങളാരും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ് സർ. ദിയ, ഇത്രയും നല്ലൊരു ഉഗ്രനൊരു പാട്ട് അല്ലേ, പാടാൻ ശ്രമിച്ചു. എന്നാലും നമുക്ക് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു പാട്ടാണ്. എനിക്ക് ഇടയ്ക്ക് തോന്നി ഹിഡിയ കളിക്കാത്തതുകൊണ്ടാണ് ലൈറ്റ്, അല്ലെങ്കിൽ ബാക്കി എല്ലാ പാട്ടിനും ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ലൈറ്റാണ്. ലൈറ്റ്സ് മുഴുവൻ ഭയങ്കര ആ ഡാൻസിങ് ആയിരുന്നു. സമയം ഭയങ്കര ഡാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മള് നിന്നെടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യാം ചെറുതായിട്ട്. അപ്പം നമുക്ക് പെർഫോമൻസ് റൗണ്ടിലേ ഞാനിങ്ങനെ അനങ്ങാൻ പാടുള്ളൂ എന്ന് യാതൊരു രീതിയിലും എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഏത് ഒരു എനർജിയുള്ള ഒരു പാട്ട് കണ്ടാലും നമുക്ക് അവിടെ നമ്മൾ കയറി അത് എനർജി കാണിക്കണം. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ കേട്ടോ. പിന്നെ സംഗതികളുടെ ഒരു ഡെഫിനിഷൻ വ്യക്തമായിട്ട് ആവശ്യമാണ് നമ്മൾ പാടുന്ന സംഗതിയുടെ. അത് വേണം. പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി പിന്നെ കഴിഞ്ഞിട്ട്? പിന്നെയാണോ തൊണ്ട ഡ്രൈ ആവാൻ തുടങ്ങി? ടെൻഷനാണോ? ടെൻഷൻ കാരണമാണോ ഈ തൊണ്ട ഡ്രൈ ആവണത്? എന്താന്നറിയില്ല. ഓക്കെ, എനിവേ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ പോരാ, കുറച്ചും കൂടി നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് ഈ ഒരു ഏരിയയിൽ ഒന്ന് ആ ഒരു ഉണർവ് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. മഹതി മാം, പ്രിൻസസിനെ പറ്റി എന്ത് പറയുന്നു? ഹിദ്യ, ലിറ്റിൽ പ്രിൻസസ്. പക്ഷേ പ്രിൻസസ്, സോറി ടു സേ, കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു പെർഫോമൻസ്. ഓക്കെ, എനിക്ക് ഹിദ്യനെ ഒത്തിരി ഇഷ്ടമാണ് കാണാൻ, ഹിദ്യൻ്റെ വോയിസ് വലിയ ഇഷ്ടമാണ്. പക്ഷേ സോങ് ശരിക്കും പഠിച്ചില്ല എന്ന് വേണം പറയാൻ. കുറേ പോർഷൻസ് ഹിദ്യ മൈൻഡേ ചെയ്തില്ല. ഫോക്ക് റൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഫുൾ ഓഫ് ദാറ്റ് ഫ്ലേവർ. കറക്റ്റ്, ആ ഫ്ലേവർ ഹിദ്യയുടെ പെർഫോമൻസിൽ വന്നില്ല. ഇറ്റ് വാസ് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഹിദ്യ തന്നെ ഇത് പാടി തീർത്താൽ മതി എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു, സീരിയസ്ലി. ആൻഡ് ഒരു ആ ഫസ്റ്റ് BGM കഴിഞ്ഞിട്ട് ഒരു ലാഫ്റ്റർ ഉണ്ടാവും. ആ ചിരി എവിടെ പോയി? ചിരിച്ചില്ല. പിന്നെ കോറസ് കുറേ ഉണ്ടല്ലോ, പറഞ്ഞില്ലേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ ഒരു BGMനകത്ത് ഒരു ഹമ്മിങ് ഉണ്ടാവും. അങ്ങനെയൊക്കെ സംഭവമല്ലേ? കേട്ടില്ലേ ഹെഡ്ഫോൺസിൽ പാട്ട്? അതൊക്കെ ഒമിറ്റ് ചെയ്തോ? സോ മെനി തിങ്സ്. ഹിദ്യ വന്നിട്ട് ഓക്കെ ഇതൊക്കെ ഒന്ന് പോട്ടെ, ഞാൻ എൻ്റെ വേയിൽ എൻ്റെ പാട്ട് പാടുന്നു പറഞ്ഞ പോലെയാണ് ചെയ്തത്. ഓക്കെ, സോ ഫോർ എ നൈസ് സിംഗർ ലൈക്ക് യു ഇതൊന്നും പാടില്ല ഹിദ്യ. ഓക്കെ, ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി ഇന്നലെ. ഐ മീൻ ദ പ്രീവിയസ് സ്റ്റേജ് ഞാൻ ഹിദ്യനെ പ്രിൻസസ് ആണെന്നൊക്കെ പറഞ്ഞ്, ഇപ്പോഴും പ്രിൻസസ് തന്നെയാണ്. പക്ഷേ യുനോ പ്രിൻസസ് കുറച്ചും കൂടി നല്ല ബ്രേവ് ആൻഡ് ബോൾഡ് പ്രിൻസസ് ആവണം. ഓക്കെ, ഝാൻസി റാണി ആവണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പോൾ പ്രിൻസസ് കുറച്ചുകൂടെ ബോൾഡ് ആവണം എന്നാണ് പറയണത്. നല്ല ചിരിച്ച് സന്തോഷിച്ച് വേണം പാടാൻ. ഇപ്പോൾ ലിറിക്സ് മറന്നു പോവാതിരിക്കാനൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ കുറേ പേര് അവിടെ ഇരിക്കുന്നതൊന്നും ആലോചിച്ചില്ല അല്ലേ? അതാണ് സംഭവിച്ചത്. എനിവേ ഇറ്റ്സ് ഓക്കെ, ഹാപ്പൻസ് അല്ലേ? അപ്പം നമുക്ക് മാർക്സ് അറിയാം. ശരത് സർ. മോളെ എത്ര പ്രതീക്ഷിക്കുന്നു? അത്രയ്ക്കൊരു കശ്മല്ല ഞാൻ. 19 out of 25. Alphonse sir. 19. 19 again. Mahadi ma'am. 18.5. 18.5 on 25. Appo total marks 56.5 out of 75. വലിയ കുഴപ്പമില്ല, പക്ഷെ നേരത്തെ മാർക്കിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ് കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ഇവർ ഈ പറഞ്ഞതൊക്കെ നമുക്ക് തിരിച്ച് പറയിപ്പിക്കണം. ഏറ്റോ ഇനി ഫുൾ ഹാപ്പി ആയിട്ട് നല്ല ചിരിച്ചു വന്ന് പാടില്ലേ? ഹിദിയയുടെ ഈ ഒരു പെർഫോമൻസിന് ശേഷം അമൃത സൂപ്പർ സ്റ്റാറിൽ ഇനി ഒരു ചെറിയ ഇടവേള. Be back on അമൃത സൂപ്പർ സ്റ്റാർ. Be a star, a superstar. അടുത്ത പെർഫോമൻസ് അജിത്തിൻ്റെതാണ്. അജിത്ത് ഫിൽമി ഫോക്ക് റൗണ്ടിലെ ഒരു മനോഹര ഗാനവുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. ഹായ്,
അടുത്തതായി ഞാൻ പാടാൻ പോകുന്നത് ഫിൽമി ഫോക്ക് റൗണ്ടാണ്. ഇതിൽ ഒരു തമിഴ് ഗാനമാണ് ഞാൻ പാടുന്നത്. വാളമീനുക്കും എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. കഴിഞ്ഞ റൗണ്ടിൽ ചെറിയ പോരായ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാനത് നികത്തി നല്ല രീതിയിൽ പെർഫോം ചെയ്യും. എല്ലാവരും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. வாழமீனுக்கு விலங்க மீனுக்கு கல்யாணம், அந்த கண்ணாக்குனி கூட்டமெல்லாம் ஊர்வலோ, அந்த நடுக்கடலில் நடக்குதையா திருமணம், அந்த ஆத்திர கொடி ஆளுக்கெல்லாம் கும்மாளோ. ஓ கல்யாணமா கல்யாணம், கல்யாணமா கல்யாணம், கல்யாணமா கல்யாணம், கல்யாணமா கல்யாணம். வாழ மீனுக்கு விலங்க மீனுக்கு கல்யாணம், அந்த கண்ணா குனி கூட்டம் எல்லாம் ஊர்வலோ. ஊர்வலத்தில் ஆடி வரும் ரெண்டு தானே நாட்டியோ, ஐய மேல தாளம் முழுகி வரும் வஞ்சிர மீன் மாத்தியோ. ஊர்வலத்தில் ஆடி வரும் ரெண்டு தானே நாட்டியோ, ஐய மேல தாளம் முழுங்கி வரும் வஞ்சிர மீன் மாற்றியோ. பாற மீன் நடத்தி வரார் பாட்டியோ, நம்ம பாற மீன் நடத்தி வரார் பாட்டியோ. அங்கு தேர் போல போகுதையா ஊர்வலம் காட்டியோ, ஊர்வலம் காட்டியோ. ஆழ மீனுக்கு விலங்க மீனுக்கு கல்யாணம், அந்த கண்ணா குனி கூட்டம் எல்லாம் ஊர்வலம். கடல் தேரும் அந்த இடத்தில் அவ்வங்கோ, இந்த பாத்துக்கிட்டு உழுவ மீன் வச்சுதையா வச்சுங்கோ. பூவாறு கடல் தேரும் அந்த இடத்தில் அவ்வங்கோ, இந்த பாத்துக்கிட்டு உழுவ மீன் வச்சுதையா வச்சுங்கோ. பஞ்சாயத்து தலைவரான சூறா மீன் தானங்கோ, பஞ்சாயத்து தலைவரான சூறா மீன் தானங்கோ. அவர் சொன்னபடி இருவருக்கும் நிச்சயதார்த்த தானங்கோ. கல்யாணம் நடந்து வருது பாருங்கோ. ஆழ மீனுக்கு விலங்க மீனுக்கு கல்யாணம், அந்த கண்ணா குனி கூட்டம் எல்லாம் ஊர்வலோ. மாப்பிள்ள சொந்த பந்த பழவர் காடு தானுங்கோ, அந்த வெளிய பொண்ணு கிளுகிழந்து பழவிழந்து இருக்குது. மாப்பிள்ள சொந்த பந்த மீத்துக்காரு ஏறாங்கோ, அந்த நெத்திரி பொடிய கார பொடிய கலகலன்னு இருக்குது. பெண்ணுக்கு சொந்த பந்த மீசக்காரன் கடுமா, பெண்ணுக்கு சொந்த பந்த மீசக்காரன் கடுமா. அந்த தொந்தர மீன் வவுள மீன் வரவழப்பு தருகுது, வரவழப்பு தருகுது. வாழ மீனுக்கு விலங்க மீனுக்கு கல்யாணம், அந்த கண்ணா குனி கூட்டம் எல்லாம் ஊர்வலோ. மாப்பிள வைர மீன் பழவர் காடு தானங்கோ, அந்த மண்ணம் பொண்ணு மயங்கு மீன் வெஞ்சி மீன் வாറ്റുங்கோ. மாப்பிள வைர மீன் பழவர் காடு தானங்கோ, அந்த மண்ணம் பொண்ணு விலங்கு மீன் மீஞ்சூறு தானுங்கோ. அந்த திருமணத்தை நடத்தி வைக்கோ திருத்தவாறு அண்ணங்கோ, அந்த திருமணத்தை நடத்தி வைக்கோ திருக்கவாறு அண்ணங்கோ. அந்த மணமகளை வாழ்த்துகின்ற பெரிய மனசு யாருங்கோ, தலைவரு திமிங்கலந்தானுங்கோ. வாழ மீனுக்கு விலங்க மீனுக்கு கல்யாணம், அந்த கண்ணா குனி கூட்டம் எல்லாம் ஊர்வலோ. அந்த
அந்த நடுக்கடலில் நடக்குதையா திருமணம் அங்க ஆத்திர கொடி ஆளுக்கெல்லாம் கும்மாளம் ஓ അജിത്, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഫുൾ ടൈം ആക്ഷൻ ആയിരുന്നല്ലോ. നമ്മള് ജഡ്ജസ് ഒക്കെ കൂടെ ഇങ്ങനെ നല്ല ഋത്വമൊക്കെ തന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ എന്താ ശരത് സാറിന് എന്താ വിളിച്ചേ, എന്തോ പറഞ്ഞല്ലോ, തലൈവര് തിമിംഗലം ദാനങ്കോ. തലൈവർ തിമിംഗലോ? അത് തിമിംഗലം എന്നുള്ള കറക്റ്റ് ആയിരുന്നു. തലൈവർ എന്നുള്ളത് മാറ്റിയാ മതി അല്ലേ? അപ്പൊ നമുക്കിനി കമന്റ്സ് കേൾക്കാം അല്ലേ ശരത് സാർ? എടാ തിമിങ്ങലമേ, അതൊക്കെ ഇഷ്ടമായിട്ട് ആ സമയത്ത് എന്തോ ഞാൻ നമ്മുടെ ശ്രദ്ധ ഉണ്ടായില്ല അല്ലേ? ശരത് സാർ വേഗം നന്ദി നമസ്കാരം ഇങ്ങനെയൊക്കെ ഇതാണ് എപ്പോഴും പറഞ്ഞത്, ഒരു ശ്രദ്ധയും ഇതൊക്കെ വേണമെന്ന് വണക്കം പറഞ്ഞ ഇതൊക്കെ ആക്കായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴേ ശ്രദ്ധ ഇതൊക്കെ വേണമെന്ന് പറയേണ്ട കാര്യം ഇതാ. ശ്രദ്ധ എന്റെ കൂടെ പഠിച്ച പെണ്ണ, അത് കാരണം എന്റെ ശ്രദ്ധയൊക്കെ പോയത്. അപ്പൊ മക്കളെ വരാം, കൊള്ളായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അതിലെന്താ പറയണ്ടേ, ഈ പാട്ടിനകത്ത് എന്ത് മ്യൂസിക്കാലിറ്റിയാണ് ഉള്ളത്? ഒന്നുമില്ല. ചുമ്മാ കുറേ മീനിൻ്റെയും കാര്യം പറഞ്ഞു, അവസാനം ഒരു തിമിംഗലത്തിൻ്റെയും കാര്യം പറഞ്ഞു. ആകെ തിമിംഗലം ഫ്രൈ കഴിച്ചിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്തിരിക്കുന്ന ജഡ്ജാണ്. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ, മഹതി ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഇത്. രാവിലെ സുപ്രഭാതത്തിന് വരെ ഇത് കേട്ടാണ് ധ്യാനമൊക്കെ ചെയ്യുന്നത്. അതിങ്ങനെയൊക്കെ വെച്ചിട്ട് വാളമീനൊക്കെ വേണമെങ്കിൽ മീനൊക്കെ കല്യാണോ, ഫുൾ ടൈം ധ്യാനമാണ് ഈ പാട്ട് കേട്ടാൽ. കണ്ടില്ല, നോക്കിയില്ലേ, കണ്ണ് പാതി അടഞ്ഞിട്ടായിരുന്നു. പാടിയത് ഇഷ്ടമായോ? ആദ്യമായിട്ട് പെർഫോമൻസ് ആയതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. വരിയൊക്കെ മറന്നു പോകുന്നുള്ള പേടിയിലാണ് പാടിയത്. ഇനി എനിക്ക് ഇത്രയും പേടി വെച്ചിട്ടാണ് നീ എന്നെ ഇവിടെ വന്ന് തിമിംഗലം എന്ന് വിളിച്ചത്, അഹങ്കാരി. ആ സമയത്ത് പെട്ടെന്നൊരു ധൈര്യം വന്നതാ അല്ലേ? അല്ല, ഞാനത് എനിക്ക് ശ്രദ്ധിക്കാനും പറ്റിയില്ല. ഞാനത് വേറൊരു കാര്യം ചോദിച്ചത്, അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് എന്നെ വന്ന് തിമിംഗലം എന്ന് വിളിച്ചു. പോട്ടെ, അതൊക്കെ കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു. കുറേ മേരുത്, കുറച്ചൊക്കെ ആവാട്ടോ, അത്രയൊക്കെ സ്വാതന്ത്ര്യം ഞങ്ങൾ തന്നിട്ടുണ്ട്. മോനെ, എനിക്ക് ഇതിനകത്ത് എന്ത് മ്യൂസിക്കായിട്ട് ഒന്നുമില്ല. ഈ പാട്ട് ഒറിജിനൽ പാട്ടും ഇതൊക്കെ കേട്ടൊക്കെ ഒരുപോലെ ഇരിക്കുക. എനിക്കൊന്ന് ഒറിജിനലിനെക്കാളും നന്നായിരുന്നു നീ പാടിയത്, അത്രേ ഉള്ളൂ. അല്ല, അതിനകത്ത് വേറെ സംഭവമൊന്നുമില്ല. അത് കൊള്ളാം, മൊത്തം ഒരു ഓളം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ആക്കിയില്ല. നീ ഈ വിരൽ പൊക്കി പിടിച്ച രാഷ്ട്രീയക്കാരുടെ കൂട്ട് നടന്നല്ലാണ്ട് അതായിരുന്നു അതിൻ്റെ ഐറ്റം കേട്ടാ. അത് പോട്ടെ, എന്തൊക്കെയായാലും എനിക്ക് ഇഷ്ടമായി. അജിത്തേ, ഇതിൽ അജിത്തിന്റെ ഓൺ ചില സാധനങ്ങൾ ഇടയ്ക്കൊക്കെ ഇട്ട് നന്നായി. ഇത് മാത്രമല്ലാതെ BGM-ന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക, തെക്കുവടക്ക് നടക്കണ പോലെ ആയിപ്പോയേനെ. അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ ചില സ്റ്റെപ്പൊക്കെ ഇട്ടു സ്വന്തമായിട്ട്. ഒരു സ്വയം കൃതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നല്ലതായി. അപ്പം അങ്ങനെ കുറച്ച് ഇന്നോവേറ്റീവായിട്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവരുടെയൊക്കെ അടുത്തൊക്കെ പോയി നിന്ന് വേണമെങ്കിൽ ഒരു ചെറിയൊരു സംഭവം ചെയ്യിപ്പിക്കാമായിരുന്നു. എനിവേ, നല്ലതായിരുന്നു, നല്ലൊരു മൂഡുണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മഹതി മാം, ധ്യാനിക്കുന്ന പാട്ടല്ലേ, എന്താ പറയാനുള്ളത്? അജിത്, നന്നായിട്ടുണ്ടായിരുന്നു അജിത്. അജിത്തിന് കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റിയ ഒരു പാട്ട്. ഗുഡ് ചോയ്സ്. ഓക്കെ, ഒരു യെല്ലോ ഷർട്ട് ഇടണമായിരുന്നു ഇതിന് പകരം, ഓറഞ്ച് ആയിക്കൂടാ. എന്റെ അളിയനെ എടുത്ത് തന്നെ, ഞാനല്ല എടുത്തത്. ഓ ശരി ശരി. ആ പാട്ട് കണ്ടിട്ടില്ലേ, അതിൽ യെല്ലോ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വരിക. എല്ലാം നന്നായിരുന്നു. എനിക്ക് കൂടുതൽ വരികൾ മറക്കാൻ, യുനോ, മറക്കരുതേ എന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ടായിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധി ഉണ്ടായിരുന്നു ആ സമയത്ത്. കറക്റ്റായിട്ട് ഒരു ചരണം തുടങ്ങുമ്പോൾ അജിത്ത് അപ്പുറത്തോട്ട് തിരിഞ്ഞിട്ട് ഫസ്റ്റ് ലൈൻ ലെറ്റ് മീ തിങ്ക്. ഓക്കെ, ഫസ്റ്റ് ലൈൻ എപ്പോഴും പോക്കായിരിക്കും, ബട്ട് ദ സെക്കൻഡ് ലൈൻ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പാടും. ഓക്കെ, അത് തേർഡ് ചരണം അതൊക്കെ കാണിച്ചു, കുറെ ഞാൻ കണ്ടും പിടിച്ചു. ഓക്കെ, ആൻഡ് ഓ എന്ന് പറഞ്ഞിട്ടുള്ള ആ ട്യൂണില്ലേ, അത് ഒറിജിനൽ അങ്ങനെയല്ല, സെക്കൻഡ് ഫ്രേസ് അങ്ങനെയല്ല, പക്ഷെ അജിത്ത് പാടിയത് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ഐ എം നോട്ട് ടേക്കിംഗ് ഇറ്റ് ആസ് എ നെഗറ്റീവ് തിങ്. ഓക്കെ, ടോട്ടലി നൈസ് തിങ്.
ശരത് സാറിനൊക്കെ ഒരു തിമിയിലാണെന്നൊക്കെ പറഞ്ഞു. നൈസ്. മാമിന് ഇഷ്ടമായി അല്ലേ? എനിക്ക് മീന് വലിയ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ തിമിയിലെന്ന് പറയും. അയ്യോ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനത്തിനെ കുറിച്ച് പറയുന്നു. അജിത്തെ അടുത്ത പാട്ട് പാടുമ്പോ ഞാൻ പറഞ്ഞുതരാം വേറെ പേരുകളൊക്കെ. നെത്തോലിന്ന് വിളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോ, പല്ലി. സോ എനിക്കത് ഇഷ്ടപ്പെട്ടു. ടോട്ടലി നൈസ് എന്റർടൈൻമെന്റ്. ഓക്കെ, നൈസ്. താങ്ക് യു മാം. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ നല്ല കമന്റ്സ് ആയിരുന്നു. ഒരുവിധം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ മ്യൂസിക്കിന്റെ എലമെന്റ്സ് എന്ന് പറയാൻ ഒരുപാടൊന്നും ഇല്ല, എന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. പിന്നെ നമ്മൾ ശരത് സാറിന് നല്ലൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരത് സാർ അതിന് എപ്പോഴാണ് പകരം വിട്ടാന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി മാർക്സ് നോക്കാം അല്ലേ? ശരത് സാർ ഔട്ട് ഓഫ് 25. ഞാൻ അപ്പം തന്നെ പകരം വിട്ടു. അയ്യോ, എൻ്റെ പകരം സ്വഭാവം വിട്ടത്. അതാണ്. കാരണം അങ്ങനെയാണ് ഞാൻ എന്നെ വളർത്തിയതും ഒക്കെ അങ്ങനെയാണ്. കിട്ടിയ ഉടനെ തിരിച്ച് അങ്ങോട്ട് 2 എണ്ണം കൊടുത്തേക്കുക എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത്. പേടിപ്പിക്കരുത്. അപ്പം നീ എനിക്കിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ ഉറപ്പായിട്ട് നിനക്കിട്ട് വെക്കും, അത് ഷുവറായിട്ടുള്ള കാര്യം. പിന്നെ റേഞ്ചിന് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. നീ വെക്കുന്നതിനും ഞാൻ വെക്കുന്നതിനും അളവ് കുറച്ച് കൂടും കേട്ടാ. എനിക്ക് അതിന് യാതൊരു സ്നേഹവും ആ കാര്യത്തിൽ. ഞാൻ വെറും കശ്മലനാണെന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. ഊന്നി പറയുകയാണല്ലോ സർ. ഊന്നാനുള്ള പ്രായമായില്ല, അപ്പൊ അറിയിക്കുക. അജിത്തെ, 20 മാർക്സ്. ഇങ്ങനെ പകരം വീട്ടിൽ കൊള്ളാം. 20 ഔട്ട് ഓഫ് 25 നല്ല മാർക്സ് ആണ്. അൽഫോൻസ് സർ? ഞാൻ എപ്പോഴും വളരെ ഡിഫറെന്റ് ആയിട്ട് മാർക്ക് കൊടുക്കുള്ളൂ. 20 മാർക്സ്. 20 ഔട്ട് ഓഫ് 25 അഗൈൻ. മഹദി മാം? 20 ഔട്ട് ഓഫ് 25. അപ്പൊ 3 20s. ഇത് മാത്രം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നല്ല ഈസിയാണ്. അപ്പൊ ടോട്ടൽ മാർക്സ് 60 ഔട്ട് ഓഫ് 75. നല്ല മാർക്കല്ലേ? ഹാപ്പി അല്ലേ? യെസ്. അപ്പൊ ഇനി ഒരു പെർഫോമൻസും കൂടിയാണ് ഈ സ്റ്റേജിലുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് മാക്സിമം എനിക്ക് തോന്നുന്നു ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിലും നന്നായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പെർഫോമൻസ് കൂടി ബാക്കിയുണ്ട്. പക്ഷെ അതിനു മുമ്പ് വിൽ ഹാവ് എ ഷോർട്ട് ബ്രേക്ക് ഓൺ അമൃത സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു അമൃത സൂപ്പർ സ്റ്റാർ. ബി എ സ്റ്റാർ, എ സൂപ്പർ സ്റ്റാർ. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഒരു അടിപൊളി എനർജി പാക്ഡ് പെർഫോമൻസ് ആണ്. നമ്മുടെ ബാൻഡ് മസ്തി റൗണ്ടിൽ ഒരു അടിപൊളി ഗാനവുമായി വരുന്നു ഹരിപ്രിയ.
zubi dubi nache क्यों पागल stupid mind zubi dubi pam para zubi dubi param pam zubi dubi nache क्यों पागल stupid mind चांद ज़मीन पर इतरा के गा रहा एक टिम टिम टूटा तारा इतला के गा रहा है रात अकेली तन्हा मुझे छू ले आके तू जैसे फिल्मों में होता है हो रहा है हूबहू आई 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 जुबी डूबी पंपारा जुबी पारा पम जुबी डूबी नाचे तू पागल stupid mind zubi dubi pam pam zubi dubi param pam zubi dubi nache क्यों पागल stupid ഹരിപ്രിയ ഇവിടേക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കുമായിരുന്നല്ലോ. നമ്മുടെ കോ കണ്ടസ്റ്റൻസ് ഒക്കെ എന്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തല്ലേ. ഓരോ തവണ ഡാൻസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുമ്പോഴും അവർ നന്നായിട്ട് കൈയടിച്ച്, പിന്നെ ബാൻഡിന്റെ എല്ലാവരുടെയും അടുത്ത് പോയിട്ട് പെർഫോം ചെയ്തു. എങ്ങനെ തോന്നി? പ്രാക്ടീസ് ചെയ്ത പോലെ പാടാൻ പറ്റിയോ? ഇല്ല, നല്ല പനിയായിരുന്നു, ഇന്നലെ കൂടി ഹോസ്പിറ്റലായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും കമന്റ്സ് എന്താന്ന് കേൾക്കാം അല്ലേ. ശരത് സാർ, ഹരിപ്രിയയുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഹരിപ്രിയ നല്ല രസമുണ്ടായിരുന്നു ഹരിപ്രിയ. താങ്ക് യു സർ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നല്ലേ പാടിയേക്കുന്നത്. അപ്പൊ അത് പേടിപ്പിക്കുക നമ്മളെ ആദ്യമേ തന്നെ കേട്ടോ. മോളെ, എനിക്കൊരു കാര്യം പറയാനുള്ള, മൈക്ക് അവിടെ ഇവിടെയൊക്കെ പിടിക്കുക. അയലത്തെ വീട്ടിലൊക്കെ മൈക്ക് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് പാടിയാൽ കേൾക്കത്തില്ല കേട്ടോ. അതെപ്പോഴും നമ്മൾ അതിൻ്റെ കാര്യം എപ്പോഴും ഒന്ന് മനസ്സിൽ വെക്കണം. പാടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ്ടിരിക്കുക. അത് മോള് കുറേ ഇപ്പോൾ വന്നപ്പം തന്നെ പിന്നെ ചരണ തുടക്കത്തിലൊന്നും ഫോക്കസിലല്ല, മൈക്ക് വേറെ എവിടെ വെച്ചിട്ടാണ്. അപ്പം അങ്ങനെ വരരുത്. മോക്ക് പെർഫോം ചെയ്യണം. ഹോസ്പിറ്റലിൽ പോയതാണ്, അതിന് ഡോക്ടറിന് ഫീസ് കൊടുത്താണോ? ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പോലെ അലട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈക്കൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല കേട്ടോ. അപ്പോൾ അത് ഒന്ന് നോക്കിക്കൊള്ളാം. പിന്നെ ഇവിടെ വന്ന് എന്താണ് മാക്സിമം ചെയ്യേണ്ട ഡാൻസൊക്കെ ചെയ്ത് നമ്മുടെ ഓഡിയൻസിനെയൊക്കെ കയ്യിലെടുത്തു. പിന്നെ അങ്ങോട്ട് ക്ഷീണത്തിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു. തളർന്നു പോയി മോള് കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പോൾ അത് എന്താ പറയുക, നമുക്ക് നമ്മുടെ വോയിസ് എന്താ പാടുന്നതിന് കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ വേണം പെർഫോമൻസ്. കാര്യം ഇവിടെ കിടന്ന് തുള്ളിച്ചാടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ക്ഷീണിച്ചാടി അങ്ങനെ പാടും അല്ലേ. അപ്പം അത് മാത്രം നോക്കിക്കൊള്ളുക. പിന്നെ അവിടെ ഇവിടെയൊക്കെ വന്ന കുഴപ്പങ്ങളൊക്കെ മോക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പം എല്ലാ നന്മയും ദൈവം തരട്ടെ മോക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ് സർ. ഹരിപ്രിയയുടെ ആ ഒരു പരിശ്രമം ശരിക്കും നന്നായിരുന്നു. ശരത് സാർ പറഞ്ഞ പോലെ മൈക്കിൻ്റെ അത് നമ്മൾ ചുമ്മാ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ചുമ്മാ നമ്മളിപ്പോൾ സ്റ്റെപ്സൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഒരു സംഭവം മൈക്ക് പോലെ പിടിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡാൻസൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തു, പക്ഷെ പിന്നെ വന്ന് മൈക്ക് നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല ഇതെങ്ങനെ വേണ്ടതെന്ന്. അപ്പോൾ തല ഇങ്ങോട്ട് മാറുമ്പോൾ മൈക്ക് മാറണം, അല്ലെങ്കിൽ എന്ത് ഉണ്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് മുതലേ സെയിം പ്രശ്നം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പാട്ട് മിസ്സായി പോകുമായിരുന്നു പലപ്പോഴും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി ആസ്പെക്റ്റുകളൊക്കെ കൊള്ളാം, പരിശ്രമിച്ചൊക്കെ കൊള്ളാം. അല്ലെങ്കിൽ ഒരു 2 സ്റ്റെപ്പിൻ്റെ അപ്പുറത്തേക്ക് 3-4 സ്റ്റെപ്പൊക്കെ ചെയ്താലും കുഴപ്പമില്ല. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കയറിയ സ്റ്റെപ്പുകളെല്ലാം ഒരെണ്ണം ഇങ്ങനെ ഇതായിട്ടും. പിന്നെ മറ്റേ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ജിഗ് ജിഗിയാ എന്താ. പിന്നെ അപ്പൊ ആ 2 സ്റ്റെപ്പ് ഞങ്ങൾ പഠിച്ചു.
അപ്പോൾ ഇടയ്ക്ക് വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. എനിവേ, ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹദി മാം. ഹരിപ്രിയ, നല്ല പെർഫോമൻസ് ആയിരുന്നു ഹരിപ്രിയ. ഐ തിങ്ക് സ്റ്റേജ് പ്രസൻസ്, ഡാൻസ് ചെയ്തത്, യുവർ കോസ്റ്റ്യൂംസ്, നൈസ് സോങ് സെലക്ഷൻ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഹരിപ്രിയ സിംഗിങ്ങിൽ ഓക്കെ, പെർഫോമൻസ് എന്ന് വരുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ബട്ട് ബിയോണ്ട് ദാറ്റ് നമ്മുടെ പെർഫോമൻസ് ഒരിക്കലും നമ്മുടെ സോങ്ങിൻ്റെ ഫ്ലോന് ബാധിക്കാൻ പാടില്ല. ഐ തിങ്ക് ഹരിപ്രിയ കൂടുതൽ ആ സ്റ്റെപ്സും കുറേ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഹെഡ് ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു. എസ്പെഷ്യലി ദ മൗത്ത്. ഈ മൈക്കൊക്കെ മൈക്രോഫോൺ മേടിച്ചാൽ ആ ഡയഫ്രമിൽ എത്ര ഫോക്കസിൽ നിൽക്കണമെന്ന് വരെ, എത്ര സെൻറ്റിമീറ്റേഴ്സിന് വരെ ഒരു ഡയഗ്രാം അതിലുണ്ടാവും. സോ മെനി തിങ്സ് ഫോൾ ഇൻ പ്ലേസ്. ഓക്കെ, നിങ്ങൾ പാടുന്നത് ഇവിടെ കേൾക്കണമെങ്കിൽ, എല്ലാവർക്കും കേൾക്കണമെങ്കിൽ പൊസിഷനിങ് കറക്റ്റ് ആവണ്ടേ. ഞാനിങ്ങനെ എന്തെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. സോ ഹരിപ്രിയ പാടിയതിൽ പകുതിയും കൂടുതൽ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിലതിൽ വോല്യൂം ഭയങ്കര ലോ, സഡൻലി ഹൈ പോർഷൻസ് ഒക്കെ ഹരിപ്രിയ ഷൗട്ടും ചെയ്തു. ഓക്കെ, എസ്പെഷ്യലി സെക്കൻഡ് ചരണം വാസ് ടോട്ടൽ ഹേവയർ. ഓക്കെ, സോ സോറി അബൌട്ട് ദാറ്റ് ഹരിപ്രിയ. സോ മൈക്ക് പൊസിഷനിങ് ഹരിപ്രിയ ചെയ്തേ പറ്റൂ. ഓക്കെ, ഡാൻസ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ മൈക്ക് ഇങ്ങനെ തല ആട്ടാണ്ടിരുന്നാൽ മതി. കയ്യിൽ എത്രയോ സ്റ്റെപ്സ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, ഗ്രേസ്ഫുൾ ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. അപ്പോൾ ഹരിപ്രിയയ്ക്ക് കുറച്ച് ഈ ജലദോഷത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജഡ്ജസ് പറഞ്ഞതിൽ മെയിനായിട്ട് പറഞ്ഞത് നമ്മൾ പെർഫോമൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പം മ്യൂസിക്കൽ പാർട്ട് കുറച്ച് വീക്കായി എന്നാണ്. പിന്നെ അതുപോലെ നമ്മുടെ മൈക്ക് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം. ഓക്കെ, ശരത് സർ. 20 മാർക്സ്. 20 out of 25. അൽഫോൻസ് സർ. ഹരിപ്രിയയുടെ പരിശ്രമത്തിന് 20 മാർക്സ്. 20 again. മഹദി മാം. 19.5. 19.5 out of 25. അപ്പോൾ ടോട്ടൽ മാർക്സ് 59.5 out of 75. ഒരു പെർഫോമൻസേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഈ റൗണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് 2 പെർഫോമൻസ് ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഹെൽത്ത് ഒക്കെ പെട്ടെന്ന് റീഗെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹെൽത്തി ആയിട്ട് ഈ പറഞ്ഞ കമൻസ് ഒക്കെ കണക്കിലെടുത്ത് അടുത്ത തവണ നല്ല മാർക്സ് മേടിക്കണം, ഇതിലും നല്ല മാർക്സ് മേടിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ 3 പെർഫോമൻസും കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ പെർഫോമൻസിനും വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യായിരിക്കും എന്നെനിക്കറിയാം. പക്ഷെ അതിന് നാളെ വരെ കാത്തിരുന്നേ പറ്റുള്ളൂ. സംഗീതത്തെക്കാൾ വലിയൊരു ലഹരി വേറെ ഒന്നുമില്ല. ഈ സംഗീത ലഹരി പ്രേക്ഷക മനസ്സിലേക്ക് പകരുവാൻ ഈ 20 നക്ഷത്ര ഗായകരുമായി ഞങ്ങൾ അടുത്ത ദിവസം വരും. ടിൽ ദെൻ ഇറ്റ്സ് ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ ഫ്രം ദ എൻറ്റയർ ടീം ഓഫ് അമൃത സൂപ്പർ സ്റ്റാർ. അതൊരു അലർജി പോലെ ആയിപ്പോരുത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി പാടണം, കുറച്ചും കൂടെ ഗുമ്മാവാം. നന്ദി എന്നുള്ള വാക്കിന് എന്താ അർത്ഥമുള്ളത്? എന്താണ് അതിന്റെ യഥാർത്ഥം? എന്താണ് നന്ദി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ബഹുമാനം. പപ്പടം ബഹുമാനം, അതാണ് നന്ദി. ഈ മലയാളി കുട്ടികൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? കർണാട്ടിക്കിന്റെ ഒരു ഗാംഭീര്യമുള്ള അല്ലെങ്കിൽ ഒരു കൂടുതൽ ആ സംഗതികൾ ഇതാക്കിയിട്ടുള്ളത് ഇന്ന് പെട്ടെന്ന് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പം. അപ്പോൾ അത് സ്ലോലി നമുക്കൊന്ന് ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില ശൈലികൾ നമ്മൾ പഠിച്ചെടുക്കണം. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി സുഗന്ധം മായല്ലേ. നൈസ്. ഒരു ടോട്ടൽ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് ഭാഗ്യരാജ് ഇൻ ദ റൈറ്റ് പാത്ത് ഓഫ് ഇംപ്രൂവ്മെന്റ്. വെരി ഗുഡ്. നാളമേ ആളൂ